നമസ്കാരം, ഞാൻ ഡോക്ടർ നിത്യ, കൺസൾട്ടൻറ്റ് യൂറോളജിസ്റ്റ്, കിംസ് ഹെൽത്ത്, ട്രിവാൻഡ്രം. കിഡ്നി സ്റ്റോൺസ് അഥവാ വൃക്കയിലെ കല്ലുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വളരെ കോമൺ ആയിട്ടുള്ളൊരു യൂറിനറി അല്ലെങ്കിൽ യൂറോളജിക്കൽ പ്രോബ്ലമാണ് കിഡ്നി സ്റ്റോൺസ്. അപ്പോൾ ഒരു ഒ പിയിൽ വരുന്ന മിക്ക പേഷ്യൻസിനും ഒരു കിഡ്നി സ്റ്റോണുമായിട്ടാണ് അവരുടെ റെഫറൻസ് വരിക. അപ്പോൾ പലതരത്തിൽ നമ്മൾ സ്റ്റോൺ പേഷ്യൻസിനെ കാണാറുണ്ട്. ഇപ്പോൾ കാഷ്വാലിറ്റിയിൽ ഒരു എമർജൻസിയിൽ വരുന്ന പേഷ്യൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെയിനും വോമിറ്റിങ്ങും യൂറിനറി ഡിഫിക്കൽറ്റിയും എല്ലാമായിട്ട് വരുന്നൊരു പേഷ്യൻ്റാണ് കാഷ്വാലിറ്റിയിൽ കാണുന്നത്. അതൊരു കിഡ്നി സ്റ്റോൺസ് ഒരു ട്യൂബിൽ ഒബ്സ്ട്രക്റ്റ് ചെയ്യുമ്പോഴാണ് ഇത്ര എമർജൻസി വരുന്നത്. അതിനെയാണ് നമ്മൾ വളരെ അത്യാവശ്യമായിട്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ കിഡ്നി സ്റ്റോൺസ് അഥവാ വൃക്കയിലെ കല്ലുകൾ, അത് സൈലൻ്റ് ആയിരിക്കും. നിറയെ സ്റ്റോൺസ് അത് വളർന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ബ്ലഡിലുള്ള യൂറിക് ആസിഡിൻ്റെ ഹൈയോ അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ പ്രോബ്ലം കൊണ്ടും കിഡ്നി സ്റ്റോൺസ് വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കിഡ്നി സ്റ്റോൺസ് ജസ്റ്റ് ഒരു അൾട്രാസൗണ്ട്, ഒരു ഹെൽത്ത് ചെക്കപ്പിലോ എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടി സ്കാൻ എടുക്കുമ്പോഴായിരിക്കും കണ്ടുപിടിക്കുക. അപ്പോൾ കിഡ്നി സ്റ്റോൺസ് സാധാരണ ഒരു ഒ പിയിൽ ഒരു അൾട്രാസൗണ്ടുമായിട്ടാണ് പേഷ്യൻസ് സാധാരണ വരാറ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ നമ്മൾ ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ CT സ്കാൻ എടുത്ത് നമ്മൾ കിഡ്നിയുടെ ഏത് ഭാഗത്താണ്, എത്ര ഹാർഡ്നെസ് ഉള്ള സ്റ്റോണാണ്, അതിൻ്റെ സൈസ് എല്ലാം നോക്കിയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ പല രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട് കിഡ്നി വൃക്കയിലെ സ്റ്റോണുകൾക്ക്. ചെറിയ സൈസുള്ള സ്റ്റോൺസിനൊക്കെ നമുക്ക് ESWL അല്ലെങ്കിൽ ഷോക്ക് വേവ് തെറാപ്പി അല്ലെങ്കിൽ ലേസർ വെച്ചിട്ടുള്ള RIRS തെറാപ്പി, പിന്നെ ചെറിയ ഒരു ഹോൾ ഇട്ടിട്ടുള്ള മിനി പെർക്ക് എന്നീ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. വലിയ സ്റ്റോണൊക്കെ ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കീ ഹോൾ മാതിരി കിഡ്നിയിലേക്ക് ഡയറക്റ്റ് പങ്ക്ചർ ചെയ്ത് ചെയ്യുന്ന PCNL എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റും ഉണ്ട്. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ട്രീറ്റ്മെൻറ്റ്, ഈ ലേസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഡിഫറെൻറ്റ് എൻറ്റൈറ്റിയാണ് ECIRS അല്ലെങ്കിൽ ഡബിൾ തെറാപ്പി. അതെന്ന് വെച്ചാൽ ലേസറും ഉപയോഗിക്കും, പങ്ക്ചർ ചെയ്ത് PCNL പോലെയും ചെയ്യും. അത് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ക്ലിയറൻസ് ഓഫ് സ്റ്റോൺ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു പേഷ്യൻറ്റിന് ഒരു വലിയ സ്റ്റോണാണ്, പല കിഡ്നിയിൽ പല സ്ഥലത്തിലുള്ള സ്റ്റോൺ ആണെങ്കിൽ ഈ ECIRS എന്ന് പറഞ്ഞ പുതിയ തെറാപ്പിയാണ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ട്യൂബിലുള്ള സ്റ്റോണുകൾക്കെല്ലാം നമ്മൾ URS വിത്ത് ലേസർ ലിത്തോട്രിപ്സിയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ബ്ലാഡർ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ അത് വ്യത്യാസമാണ്. അത് മൂത്രസഞ്ചിയിലുള്ള സ്റ്റോൺ, അതിന് റീസൺ നോക്കണം. അത് മിക്കതും ഒരു പ്രോസ്റ്റേറ്റിൻ്റെ റീസണോ അല്ലെങ്കിൽ മൂത്രനാളിയിലുള്ള ചുരുക്കം കാരണമോ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ കാരണം മൂത്രം കെട്ടിക്കിടന്നിട്ടുള്ള സ്റ്റോണാണ് ബ്ലാഡർ സ്റ്റോൺ ആയിട്ട് വരിക. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലാഡർ സ്റ്റോണിൻ്റെ കൂടെ തന്നെ തടസ്സം, മൂത്രം പോകുന്നതിനുള്ള തടസ്സമുണ്ടെങ്കിൽ അതും കൂടെ ട്രീറ്റ് ചെയ്യണം. പിന്നെ എത്രയും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോണൊന്നും തിരിച്ച് വരാതെ നോക്കുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത് ലൈഫ് ലോങ് റിസ്ക് ഉണ്ട് ഈ സ്റ്റോൺ ഫോർമേഷന്. അപ്പോൾ നമ്മൾ ഈ സ്റ്റോൺ ചെയ്ത ശേഷം നമ്മൾ സ്റ്റോൺ അനാലിസിസ് നോക്കും. പിന്നെ ബ്ലഡിലുള്ള കാൽഷ്യം, യൂറിക് ആസിഡ് ലെവൽ, യൂറിൻ 24 hours യൂറിൻ ടെസ്റ്റ്, ഇതെല്ലാം നോക്കി എന്ത് ടൈപ്പ് സ്റ്റോൺ ആണെന്ന് നമ്മൾ കൺഫേം ചെയ്യും. അതിനുശേഷം കുറേ ഡയറ്ററി അഡ്വൈസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഇൻടേക്കാണ്. 2.5 to 3 liters വാട്ടർ കുടിക്കുക. പിന്നെ അതൊരു ഇപ്പോൾ ഇത്ര കറക്റ്റായിട്ട് പറയാം, അല്ലെങ്കിൽ ഒരു 2 liters യൂറിൻ ഫോം ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ വാട്ടർ ഇൻടേക്കാണ് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. പിന്നെ അമിതമായിട്ട് നോൺ വെജിറ്റേറിയൻ ഫുഡ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ് എടുക്കുന്നവർക്ക് യൂറിക് ആസിഡ് സ്റ്റോൺസ് അല്ലെങ്കിൽ ഈവൻ കാൽഷ്യം സ്റ്റോൺസ് ഉണ്ടാവാനും ചാൻസ് കൂടുതലാണ്. പിന്നെ ഹൈ സോൾട്ട് ഇൻടേക്ക്, എക്സസ് കോഫി, ടീ, എക്സസ് ചോക്ലേറ്റ്സ്, എക്സസ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, എക്സസ് ഫാറ്റി ഫുഡ്, ഇതെല്ലാം അവോയ്ഡ് ചെയ്യാൻ പറയും.